ഇപ്പോൾ തൃശൂർ കൂർക്കഞ്ചേരിയിൽ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മുറിവ് പറ്റിയ യുവതിക്ക് വോട്ട് ചെയ്യാൻ ഉള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ്. പ്രിസൈഡിംഗ് ഓഫീസർക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. എന്തായാലും അക്ഷയ്ക്ക് ഇനി വോട്ട് ചെയ്യാം. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് വോട്ട് ചെയ്യാൻ എത്തിയതാണ്. അന്നേരം മുതൽ ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. പക്ഷേ പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. അതിലാണിപ്പോൾ അനുമതി ഉണ്ടായിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അക്ഷയ്ക്ക് വോട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഹാൻസ് ആണ് ചേരുന്നത്. ഹാൻസ്, എന്തായാലും പ്രിസൈഡിംഗ് ഓഫീസർ എന്തൊക്കെ പറഞ്ഞിട്ടും വോട്ട് ചെയ്യാൻ അനുമതി നൽകിയിരുന്നില്ല. അവിടെയാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അക്ഷയ്ക്ക് വോട്ട് ചെയ്യാം എന്നുള്ളത് ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? സ്വാതി, അർഹതപ്പെട്ട ആർക്കും വോട്ടവകാശം നിഷേധിക്കപ്പെടരുത് എന്നുള്ള നിലപാടാണ് തുടക്കം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ അടിയന്തര ഇടപെടൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പെൺകുട്ടി ഇടതുകൈയിലെ ചൂണ്ടുവിരലിൽ ഈ മുറിവ് പറ്റിയെ തുടർന്ന് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലപാട് പ്രിസൈഡിംഗ് ഓഫീസർ സ്വീകരിച്ചത്. തുടർന്ന് യുവതി ഉച്ച മുതൽ ഈ പോളിംഗ് ബൂത്തിൽ അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും പ്രിസൈഡിംഗ് ഓഫീസറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെയാണ് ഇപ്പോൾ യുവതിക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക അനുമതി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാനാണ് പ്രിസൈഡിംഗ് ഓഫീസർക്ക് രേഖാമൂലം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള രത്തൻ യു കേൽക്കർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് യുവതിക്ക് വൈകിട്ട് സമയം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും യുവതിക്ക് വോട്ട് ചെയ്യാൻ കഴിയും. എന്തായാലും ഒരു ആശ്വാസകരമായ വാർത്തയാണ് വന്നിരിക്കുന്നത്. സ്വാതി, ഹാൻസ്, അവിടെ ഈ അക്ഷയ വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് LDF നേതാക്കളടക്കം VS സുനിൽകുമാർ അടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഇടപെടൽ, അതിൻ്റെ ഫലമാണ് ഇപ്പോൾ യുവതിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും സ്വാതി, ഈ VS സുനിൽകുമാറിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ സുനിൽകുമാർ നേരിട്ട് വിളിച്ചു. യുവതിക്ക് ടോക്കൺ നൽകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വൈകിട്ട് 6 മണിവരെയാണ് ഇത്തരത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരമുള്ളത്. സമയം ഇപ്പോൾ 5:54 കഴിഞ്ഞു. ഇനിയിപ്പോൾ 6 മിനിറ്റ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ക്യൂവിലുള്ള സാധാരണ നടപടിക്രമമാണ്. ക്യൂവിൽ ആരൊക്കെ ഉണ്ട് അവർക്കെല്ലാവർക്കും ഈ സമയം തീരുന്നതിന് മുൻപ് ടോക്കൺ നൽകും. ഈ ടോക്കൺ നൽകിയിട്ടുള്ള അവസാന വ്യക്തിക്ക് വരെ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകും. ആ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയും ഉള്ളത്. യുവതിക്ക് ഇപ്പോൾ ടോക്കൺ നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ടോക്കണിൻ്റെ അടിസ്ഥാനത്തിൽ യുവതിക്ക് ഇനിയിപ്പോൾ സമയം അവസാനിച്ചാലും അക്ഷയക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. ഒപ്പം സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ CPI നേതാവായിട്ടുള്ള VS സുനിൽകുമാറിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പ്രത്യേക അനുമതി നൽകി യുവതിക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരിക്കുന്നത്. സ്വാതി, ശരി ഹാൻസ്, എന്തായാലും ഇപ്പോൾ അക്ഷയ്ക്ക് വോട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. പ്രിസൈഡിംഗ് ഓഫീസറോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മുറിവ് പറ്റിയതുകൊണ്ടാണ് യുവതിക്ക് വോട്ട് നിഷേധിച്ചത്. അത്തരത്തിൽ വലിയ പരാതി ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചിരിക്കുന്നത്.